ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ, ഇത് നിനക്കുള്ള താക്കീതാ. നീ നിന്റെ അച്ഛന്റെ ചിതാഭസ്മം എടുക്കാൻ പോവാണല്ലേ? അതെ, ഇത്രയും നാള് ഞാൻ കാത്തിരുന്ന ദിവസമാണിന്ന്. എന്റെ അച്ഛന്റെ ആത്മാവിന് മോക്ഷം കിട്ടുന്ന ദിവസം. നെല്ലിശ്ശേരിയിൽ നിന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ആരെങ്കിലും വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. നീ വന്നാൽ നന്നായി. എന്റെ അച്ഛന്റെ ആത്മാവിന് അത് സന്തോഷാവും. ഞാൻ വന്നതേ വെറുതെ കാഴ്ച കാണാനില്ല. നിന്റെ അച്ഛന്റെ ആത്മാവിന് മോക്ഷം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാനുമല്ല. എന്തായാലും വന്നല്ലോ. ഇനി എന്റെ അച്ഛന്റെ ചിതാഭസ്മം ഈ പുഴയിൽ ഒഴുക്കുന്നത് ഇവിടെ നിന്ന് നീ ഒന്ന് കാണ്. മരിച്ചുപോയ നിന്റെ അച്ഛന്റെ പേരിലാണല്ലോ നെല്ലിശ്ശേരിയോടും ആ വീട്ടുകാരോടും പക മുഴുവൻ നീ തീർത്തത്. അതേടി, എന്റെ പ്രതികാരം ഞാൻ പൂർത്തിയാക്കി. ഈ മൺകുട ഈ പുഴയിൽ ഒഴുകുന്നതോടുകൂടി എന്റെ ശപഥവും പൂർത്തിയാവും. എങ്കിൽ നീ ഒരു കാര്യം ഓർത്തോ, 1000 വട്ടം ഈ മൺകുടം പുഴയിൽ ഒഴുക്കിയാലും നിന്റെ അച്ഛന്റെ ആത്മാവിന് മോക്ഷം കിട്ടാൻ പോകുന്നില്ല. ദേ, നീ എന്തായി പറയുന്നത്? നെല്ലിശ്ശേരിയിലെ സേതുമാധവനെ മക്കളെ ഒന്നുമില്ലാത്ത ഒരാളാക്കി മാറ്റാന്ന് നീ വെറുതെ വ്യാമോഹിക്കണ്ട. അത് നടക്കില്ല. ചതിയിലൂടെ നീ ഇപ്പൊ സ്വന്തമാക്കിയെന്ന് അവകാശപ്പെടുന്ന നെല്ലിശ്ശേരിയും അവിടുത്തെ സ്വത്തുക്കളും എല്ലാം ഞാൻ തിരിച്ചുപിടിക്കും. പിന്നെ എങ്ങനെയാടി നിന്റെ അച്ഛന്റെ ആത്മാവിന് മോക്ഷം കിട്ടുന്നത്? നിനക്കറിയോ, ഇന്നലെ രാത്രി അച്ഛൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ഓഹോ, വളരെ സന്തോഷമുള്ള വാർത്തയാണല്ലോ അത്. പക്ഷേ ഞങ്ങൾ കണ്ടതുകൊണ്ട് അച്ഛനെ രക്ഷിക്കാൻ കഴിഞ്ഞു. അയാൾ മരിച്ചിരുന്നെങ്കിൽ എന്റെ അച്ഛൻ കൂടുതൽ സന്തോഷിച്ചേനെ. നീ കാരണം അച്ഛൻ അങ്ങനെ ചെയ്തേ. അതിന് നിനക്കൊരു സമ്മാനം തരാനാ ഞാൻ വന്നത്. എന്താ നീ കാണിച്ചത്? എല്ലാം പോയല്ലോ മോളെ. കുട്ടി എന്തായി ചെയ്ത്? ചടങ്ങ് മുടങ്ങിയല്ലോ. എന്റെ അച്ഛന്റെ ആത്മാവിന് മോക്ഷം കിട്ടാൻ നീ സമ്മതിക്കില്ലല്ലേ? മോളെ, ഇത് നിനക്കുള്ള താക്കീതാ. ഇതുവരെ നെല്ലിശ്ശേരിയെ നശിപ്പിക്കാൻ നീ ഓരോന്നും ചെയ്തു. നീ പിടിച്ചടക്കിയതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം ഞാൻ ഇവിടെ നിന്ന് തുടങ്ങാം. മോക്ഷം കിട്ടാനാവാതെ ചിതറിക്കിടക്കുന്ന നിന്റെ അച്ഛന്റെ ചാരത്തെ സാക്ഷി നിർത്തി ഞാൻ ശപഥം ചെയ്യാം. നെല്ലിശ്ശേരി വീട് നശിപ്പിക്കാൻ ഈ ജന്മം നിന്നെ ഞാൻ അനുവദിക്കില്ല. നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ മക്കളുടെ നേരെ ഇനി ഒരു ചെറുവിരൽ അനക്കാൻ നിനക്കിനി സാധിക്കില്ല. നീ ചെവി നുള്ളിക്കോ. നിന്റെ ചതിക്കും വഞ്ചനയ്ക്കുള്ള തിരിച്ചടി ഞാൻ തന്നിരിക്കും. അന്നത് താങ്ങാൻ നിന്നെ കൊണ്ട് പറ്റില്ല. കാത്തിരുന്നു നീ. നീ കാരണം എന്റെ അച്ഛന്റെ ആത്മാവിന് മോക്ഷം കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല. ഉടഞ്ഞടക്കുന്ന ഈ മൺകുടം സാക്ഷി നിർത്തി ഞാനും ഒരു പ്രതിജ്ഞ ചെയ്യാ. നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ മക്കളുടെയും ജീവിതം ദാ അതുപോലെ ചിതറിച്ച് കളയും ഞാൻ.
നമുക്ക് കാണാം. ഈശ്വര, തൽക്കാലത്തേക്ക് ആ ചടങ്ങ് മുടക്കണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. അല്ലാതെ ആ ചിതാഭസ്മം നശിപ്പിക്കണമെന്ന് മനസ്സുകൊണ്ട് പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ അറിയാതെയാണെങ്കിലും ഞാനതിന് കാരണമായി. അതിന് എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം ഭഗവാനെ.